ലീഗിന്റെ സീറ്റിൽ മത്സരിച്ച് വിജയിച്ച ഫാത്തിമ തെഹലിയ പേരാമ്പ്ര മണ്ഡലത്തിൽ നിന്നല്ലേ? അതെ. LDF കൺവീനർ TP രാമകൃഷ്ണനെ പരാജയപ്പെടുത്തിയാണ് സഭയിലെത്തിയത്. സഭയിൽ താരമായി കഴിഞ്ഞ ദിവസം മന്ത്രിയാകാനുള്ള സാധ്യത ഉണ്ടോ? അല്ല, വേറെ ഏതെങ്കിലും പാർട്ടിയാണെങ്കിൽ അവരെ മന്ത്രിയാക്കിയത്. കാരണം ഒരു ജൈൻ കില്ലറെയാണ് അവർ തള്ളി ഇട്ടത്. ശരിക്കും പറഞ്ഞാൽ TP രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വിജയിച്ചു നിന്നിട്ടുള്ള ഒരു നേതാവാണ്. ആ ആളിനെ തള്ളിയിട്ട ആളിനെ ഗ്രേറ്റ് ജൈൻ കില്ലർ എന്നല്ലേ വിളിക്കണ്ടേ? അത്ര ധാർഷ്ട്യമൊന്നും ഉള്ള ആളുമല്ല, മര്യാദക്കാരൻ, വളരെ സൗമ്യനായ. അദ്ദേഹം തോൽക്കുമെങ്കിൽ തോക്കട്ടെ എന്ന് പറയുകയും ചെയ്തു. കാരണം ഈ ഇലക്ഷന്റെ ട്രെൻഡ് പോയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി വിജയിക്കാൻ സാധ്യതയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ജനങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നെങ്കിൽ അങ്ങനെ നടന്നോട്ടെ, എനിക്ക് ഇതിനകത്ത് യാതൊരു വിഷമവും ഇല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷെ ഫാത്തിമ തെഹലിയ ആയതുകൊണ്ടാണ് അദ്ദേഹം തോറ്റത്. കാരണം അതൊരു മിന്നും താരം തന്നെയായിരുന്നു. എല്ലാവരുടെയും മനസ്സിനെ കവരുന്ന വിധത്തിൽ ആ സംസാരവും പ്രവൃത്തിയും ആളുകളോടുള്ള സമീപനവും ആൾക്കാർക്ക് നൽകുന്ന വാഗ്ദാനങ്ങളും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ആ ഒരു ചേർത്ത് പിടിക്കലും ഒക്കെ അത് ജാതി മതത്തിന് അതീതമായിട്ട് അവർ മതത്തിൻ്റെ പേരിൽ നിൽക്കുന്ന പാർട്ടിയാണ്, അല്ലെങ്കിൽ സമുദായത്തിൻ്റെ പേരിൽ നിൽക്കുന്ന പാർട്ടിയാണെന്ന് എല്ലാവരും പറയുമെങ്കിലും മുസ്ലിം ലീഗിൻ്റെ പല ആൾക്കാരും ആ ഒരു വിധത്തിൽ അവർ ജനങ്ങളോട് പെരുമാറുന്നതിൽ വളരെ മിടുക്കുള്ളവരാണ്. പക്ഷേ അവർക്ക് ഒരു കാര്യമുണ്ട്, ഈ വനിതയെ MLA ആക്കുന്നതും വനിതയെ മന്ത്രിയാക്കുന്നതും വനിതയെ പാർട്ടി നേതാവാക്കുന്നതൊന്നും വലിയ ഇഷ്ടമാണ്, ആലോചിക്കാൻ കൂടെ വയ്യ. അപ്പം അതുകൊണ്ടാണ് ഇപ്പം എല്ലായിടത്തും ഇങ്ങനെ ബഹളം നടക്കുന്നത്. എന്നാൽ പിന്നെ 2 വനിതകൾ വേണമെന്ന് ഉള്ളതിൽ തോക്കുന്ന 2 സ്ഥലത്ത്, ഒന്ന് പേരാമ്പ്രയും ഒന്ന് കൂത്തുപറമ്പിലും വിജയ് രാജനെയും കൂടെ ഇട്ട് കൊടുത്തു. അല്ല, പാർട്ടിയിൽ സമ്മർദ്ദം ഉണ്ടായോ? ഈ വനിതകളെ അല്ല, പാർട്ടിയിൽ സമ്മർദ്ദം ഉണ്ടായി. വനിതകൾക്ക് കൊടുക്കണം, സീറ്റ് കൊടുക്കണം. കാരണം ഇവിടെ വനിതാ സംവരണമൊക്കെ വരില്ലേ, അപ്പൊ അതിനെതിരെ അതിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സംസാരിച്ച ചേച്ചി ഇവിടെ വന്നിട്ട് വനിതകൾക്ക് സീറ്റ് കൊടുക്കാതിരുന്ന പൂച്ച പുറത്താവൂലേ? ഇപ്പൊ ലീഗിനൊരു കെണിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇനിയിപ്പോൾ അടുത്ത ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും കൂടുതൽ സീറ്റ് വനിതകൾ കൊടുക്കേണ്ടി വരും. കാരണം ഇതാ ഒരു പെൺകുട്ടി നമ്മുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു മിടുക്ക് കാണിച്ചില്ലേ. വേറെ ഏത് പാർട്ടിയാണെങ്കിലും തീർച്ചയായിട്ടും ഈ ഇപ്പം വന്ന 4 മന്ത്രിമാരിൽ ഒരു മന്ത്രിയായിട്ട് ഈ പെൺകുട്ടിക്ക് കൊടുത്തേനെ. കാരണം അത്ര വലിയൊരു തോൽവിയല്ലേ നടത്തി. ലീഗ് അത്ര വലിയ വിശാല മനസ്കതയൊന്നും കാണിക്കുമെന്ന് തോന്നുന്നില്ല. അവിടെ നിൽക്കുക കാണിക്കാൻ പറ്റൂല, കാണിക്കാൻ ഒരിക്കലും ലീഗിന് പറ്റില്ല. ഈ MLA ആയത് തന്നെ അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പലർക്കും നിയന്ത്രണവും കാണുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഇറങ്ങി പെരുമാറുമ്പോഴൊക്കെ വളരെ സൂക്ഷിച്ചും. അത് ആ കുട്ടിക്ക് അങ്ങനെയൊന്നുമില്ല. അവര് എല്ലാവരുടെ അടുത്തും അങ്ങനെ ഒരു ഇന്നലെ തന്നെ പാർലമെന്റ് അസംബ്ലിയിൽ വന്നിട്ട് ഓടി നടന്ന് ഒരു വളരെ നാളത്തെ പരിചയമുള്ള MLA പോലെയാണ് ഓടി നടന്ന് എല്ലാവരുമായിട്ടും ഇടപഴകുകയും ബന്ധം വയ്ക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇന്നലെ നിയമസഭയുടെ ഒരു ശ്രദ്ധാകേന്ദ്രമായിരുന്നു ഫാത്തിമ തെഹലിയ. വളരെ ഭംഗിയായിട്ട് സംസാരിക്കും, അതുപോലെ തന്നെ ആൾക്കാരോട് ഇടപഴകുകയും ചെയ്യും, മിടുമിടുക്കിയാണ്. ശരിക്കും പറഞ്ഞാൽ ലീഗിന് എന്തെങ്കിലും ഒരു സ്ഥാനം അവർക്ക് കൊടുക്കേണ്ടതാണ്. ലോക്കൽ ബോഡിയിൽ എന്തോ സ്ഥാനം ഉണ്ടായിരുന്നു തോന്നുന്നു. ലോക്കൽ ബോഡിയില് മെമ്പറായിരുന്നു, അത്രേ ഉള്ളൂ. ഒരു വാർഡിൽ മാത്രം ഉപതെരഞ്ഞെടുപ്പ് എന്തായിരുന്നു, അങ്ങനെ കുറച്ച് നാളെ ഉണ്ടായിരുന്നു, അങ്ങനെ മത്സരിച്ചു എന്നുള്ളതാണ്. ഇതിപ്പോ TP രാമകൃഷ്ണനെ പരാജയപ്പെടുത്തിയത് കൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ നേടി. TP രാമകൃഷ്ണന്റെ ഇലക്ഷൻ സമയത്ത് തന്നെ ഒരു ശ്രദ്ധ നേടി. കാരണം ഇവരുടെ തട്ടത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടൊരു പ്രശ്നം വന്നല്ലോ. അപ്പം അത് വന്നപ്പോൾ തന്നെ അവിടെ വലിയ വിഷയമായി. അവർ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു, മതത്തിൻ്റെ ചിഹ്നമൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ആക്രമിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും ഏറ്റില്ല. എന്തായാലും അത് ജനശ്രദ്ധ പിടിച്ചു പറ്റി. അതായത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരു പ്രത്യേകത തോന്നുന്ന വിധത്തിൽ ആ മണ്ഡലത്തിലേക്ക് ശ്രദ്ധ പിടിച്ചു പറ്റുകയും ആ മണ്ഡലത്തിലുള്ള മുഴുവൻ ജനങ്ങളുടെയും കണ്ണിലുണ്ണിയായി തീരുകയും ചെയ്യുന്നതാണ്. 20,000-ന് പുറത്ത് വോട്ടിന് ജയിച്ച സ്ഥലമാണ്. അവിടെയാണ് ഫാത്തിമ തെഹലിയ 5,000-ഓളം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ 25,000 വോട്ട് റിവേഴ്സ് അടിച്ചിട്ടാണ് അവരുടെ വിജയം ഉണ്ടായതെന്നുള്ളത് നിസ്സാര കാര്യമല്ല. ഈ പേരാമ്പ്രയിൽ നിന്ന് സ്വന്തം കാർ ഓടിച്ചാണെങ്കിൽ ഇവിടെ എത്തിയത് കേട്ടോ, സഭയിൽ വന്നു. ഒരു ഉമ്മൻചാണ്ടിയുടെ മകൻ സൈക്കിളിൽ വന്നപ്പോൾ കാറിൽ സ്വന്തം വാഹനത്തിൽ. ആള് വിദ്യാഭ്യാസ യോഗ്യതയുള്ളതാണ്, വക്കീലാണ്. അപ്പോൾ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ടൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ്, ഇല്ലെങ്കിൽ നേരെ ഹൈക്കോടതിയിൽ ഓഫീസൊക്കെ തുറന്ന് അവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള പരിപാടി ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് MLA ആയിട്ട്
ഇപ്പം പേരാമ്പ്രക്കാർ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ലീഗിന്റെ ഒരു വനിത ഇങ്ങനെ ജയിച്ചു വരുന്നത് ലീഗിന് തന്നെ ഞെട്ടിപ്പോയി. തോക്കാൻ കൊണ്ട് നിർത്തിയത് ജയിച്ചല്ലോ എന്നായി പോയി കാണും. അല്ല എനിക്ക് തോന്നുന്നു ഇതൊരു വേറൊന്നുണ്ട്, ജയന്തി രാജനും മോശമൊന്നുമില്ല. കൂത്തുപറമ്പിൽ 1500 വോട്ടിന്റെ വ്യത്യാസമേ വന്നുള്ളൂ. അതിന് സാധ്യതയുള്ള സാധ്യത അല്ല, അവിടെ അല്പം കൂടെ ലീഗുകാർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ജയന്തി രാജൻ കൂടെ ജയിച്ചു വന്നേനെ. അങ്ങനെ 2 MLA മാര് അവരിൽ തോക്കുക എന്നുള്ള രീതിയിൽ കൊണ്ടെങ്കിൽ വനിതകൾക്ക് സീറ്റും കൊടുത്തു. 2 സീറ്റും അങ്ങനെയാണ്. പേരാമ്പ്രയും ജയിക്കാൻ സാധ്യതയില്ല, TP രാമകൃഷ്ണൻ അല്ലേ, ജയിക്കാൻ സാധ്യതയില്ല. കൂത്തുപറമ്പിലും അതുപോലെ തന്നെ. കൂത്തുപറമ്പിന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ട, അവിടെ RJD ആള് നിൽക്കുന്നു. എന്നാലും അത് കോട്ടകളിലെല്ലാം വിള്ളൽ വീണല്ലോ. തൃക്കരിപ്പൂരിൽ നിന്ന് സന്ദീപ് വാര്യർ ജയിച്ചു കയറി വന്നു. പിന്നെ പിണറായി വിജയൻ ഏറ്റ പ്രശ്നം അറിയാമല്ലോ. അതെ, ഇത് എനിക്ക് തോന്നുന്നു 30,000 വോട്ടാണ് അദ്ദേഹം പുറകെ പോയത്. ഈ മുസ്ലിം സമുദായത്തിലെ വനിതകൾക്കൊക്കെ ഇതൊരു മാതൃകയാണ്. ഇനിയും പലരും പല പ്രവർത്തന മേഖലകളിലേക്കും വനിതകൾ മുന്നോട്ട് വരുമെന്നുള്ളതാണ്. അതെ, അല്ലാതെ തട്ട വിട്ടു എന്നുള്ളത് കൊണ്ട് വീട്ടിനകത്ത് ഇരിക്കുക എന്നുള്ള ചിന്താഗതി മാറി. കാരണം പിന്നെ മലപ്പുറത്തെ കുട്ടികളൊക്കെ വളരെ വ്യത്യാസം വന്നുപോയി. അവരെല്ലാം നല്ല വിദ്യാഭ്യാസ ഉന്നതിയിൽ എത്തിക്കഴിഞ്ഞു. അവരുടെ സംസാരത്തിലും അവരുടെ ഭാഷാ പാണ്ഡിത്യവും ഒക്കെ. അതുപോലെ രാഹുൽ ഗാന്ധിക്ക് ഒരിക്കൽ ട്രാൻസ്ലേഷന് ചുമ്മാതെ സ്റ്റേജിൽ നിന്ന് അദ്ദേഹം ഒരു കുട്ടിയെ ആരെങ്കിലും ട്രാൻസ്ലേഷൻ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു കുട്ടി കയറി വന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്ത് ഭംഗിയായി ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇവിടെ പലരും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനേക്കാൾ മിടുമിടിക്കായിട്ട് ആ കുട്ടി ട്രാൻസ്ലേറ്റ് ചെയ്തില്ലേ. അപ്പം ഒരുപാട് മാറ്റങ്ങളുണ്ട്. അവർക്കൊക്കെ നല്ല കഴിവുള്ള എനിക്കൊന്നും ഒരു മന്ത്രി പദവി കൊടുക്കുമെന്ന് തോന്നുന്നില്ല ലീഗ്. ഒരിക്കലും കൊടുക്കില്ല. കാരണം പുരുഷ മേധാവിത്വം കൂടുതൽ വാഴുന്ന ഇടമാണ് മുസ്ലിം ലീഗ്. MLA ആയത് എങ്ങനെയെന്നുള്ളത്. പക്ഷെ ഇവർക്ക് അക്കാര്യത്തിലൊരു തന്റെ ഇടം കാണിക്കാം. പോട്ടെ, ഇനി ഒരു 6ാമതൊരു മന്ത്രി കൊടുക്കുമെന്ന് തോന്നുന്നില്ല ലീഗിന്. അത് വലിയ വിവാദത്തിൽ പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 മന്ത്രിമാരിൽ ഒരു മന്ത്രിയെ അരമന്ത്രിയാക്കണം. അരയാക്കി മേഖലയെ കൂടെ പരിഗണിക്കണം. ഇപ്പൊ അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷെ അങ്ങനെ അരമന്ത്രിയാകാൻ ലീഗിലെ ആര് തയ്യാറാവും? KM ഷാജി തയ്യാറാകുമോ? ഒരിക്കലും തയ്യാറാവില്ല. വലിയ മതമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന KM ഷാജി വേറൊരു പ്ലാൻ കാണിച്ചു. 13 നമ്പർ കാർ എടുക്കാന്ന് പറഞ്ഞു. അതെ, അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. ആരും എടുക്കില്ല എന്ന് പറഞ്ഞു. പണ്ട് MA ബേബി എടുത്തിട്ടുള്ളൂ. എടുത്തവരൊക്കെ വഴിയാധാരമായിട്ടുണ്ട്. പിന്നീടായിട്ടുണ്ട്. അതുപോലെ എടുത്തവർക്കാണോ? അല്ല, അത് മൻമോഹൻ ബംഗ്ലാവ് എടുത്തത്. അവിടെ പണ്ടൊരു വലിയ പിന്നെ മരണവും സ്ത്രീയുടെ ആത്മഹത്യ ചെയ്യാനൊക്കെ നടന്ന് അത് സ്ത്രീയെ അവിടെ കൊണ്ടിട്ട് പീഡിപ്പിച്ച് ഒന്നതാണെന്നൊക്കെയാണ് പൊതുവെയുള്ള കഥകൾ. അവിടെ ആയിരുന്നു ബാലകൃഷ്ണപിള്ള താമസിച്ചിരുന്നത്. അവിടെ താമസിച്ച എല്ലാ മന്ത്രിമാരും പഞ്ചാബ് മോഡൽ പ്രസംഗത്തിലൂടെ പുറത്തു പോകേണ്ടി വന്നു. പിന്നെ ആരോ അവിടെ പൂജകളൊക്കെ നടത്തിയെന്ന് തോന്നുന്നു. കരുണാകരനാണെന്ന് തോന്നുന്നു. കരുണാകരൻ അവിടെ താമസിച്ചു. കരുണാകരൻ കുറച്ച് നാൾ താമസിച്ചിരുന്നു. കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് മാറി. ഇത്തവണ ഏതായാലും ലീഗ് അതുപോലെ കിട്ടിയിരിക്കുന്ന സുരേന്ദ്രൻപിള്ള അവിടെ ഇതുപോലെ പൂജയൊക്കെ നടത്തി. സുരേന്ദ്രൻപിള്ള താമസിച്ചില്ല. അദ്ദേഹം അവിടെ ഓഫീസാക്കി വെച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കാര്യം നിയമത്ത് വളരെ ദയനീയമായി പരാജയപ്പെട്ടു മാറുകയാണ്. അത് കഴിഞ്ഞിപ്പം പേട്ടയിൽ നിൽക്കാമെന്ന് വിചാരിച്ചു, അത് നടന്നില്ല. ഇനിയിപ്പോ രാഷ്ട്രീയ ഭാവി വലിയ പ്രശ്നത്തിലാണ്. പുതിയ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പം ഇതുപോലുള്ളവർ വരണം. തെഹലിയ പോലെയുള്ളവർ വന്നു കഴിയുമ്പോൾ എല്ലാത്തിലും, എല്ലാ പാർട്ടികളിലും. അതെ, അങ്ങനെ മൊഞ്ചുള്ള പെൺകുട്ടികളൊക്കെ ഇനി ഒരുപാട് വന്ന് നമ്മുടെ ലീഗിനെയും സമ്പന്നമാക്കട്ടെ, നമ്മുടെ കേരള രാഷ്ട്രീയത്തെയും സമ്പന്നമാക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ലീഗിന് പറ്റിയ വലിയൊരു അബദ്ധവുമാണ്. ലീഗ് അബദ്ധം ചെയ്ത് സുബന്ധമായി എന്ന് പറഞ്ഞ പോലെയാണ്. ചില കാര്യങ്ങള് നമ്മള് ചില നല്ല കാര്യങ്ങൾക്ക് മുതിരുമ്പം അത് പിന്നെ നമുക്ക് മനസ്സിൽ താല്പര്യം കാണുകയില്ല. പക്ഷെ അങ്ങനെ ചെയ്തു പോയാൽ അത് അതിനേക്കാൾ നല്ലതായിട്ട് തിരിച്ചു വരും എന്ന് പറയും. ആ വിധത്തിൽ വന്ന ഒരു നല്ല നടപടിയാണ് ഫാത്തിമ തെഹ്ലിയെ നിയമസഭയിലേക്ക് കൊണ്ടുവന്നത്.